Hello dear students, welcome back to ISK Easy English. Hello dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കോമൺ പേപ്പർ, അതായത് ഫസ്റ്റ് സെമ്മിൻ്റെ കോമൺ പേപ്പർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. നമ്മളിതിൽ ഒന്നാമത്തെ യൂണിറ്റ്, അതായത് ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആണ്. അതായത് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് ഡിഫറെന്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷന്റെ ഡിഫറെന്റ് ഫോംസ്, വ്യത്യസ്ത രൂപങ്ങളും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ടെക്നിക്സ്, എന്തെല്ലാം ടെക്നിക്സ് ആണ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലെ ഡിസ്കഷൻ. നോക്കൂ, Does every human being communicate in the same way? അതായത് എല്ലാ മനുഷ്യരും ഒരേപോലെയാണോ സംസാരിക്കുക? എല്ലാ മനുഷ്യരും ഒരേപോലെയാണോ ആശയവിനിമയം നടത്തുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുകയാണോ? നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് നോ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽസ് ചോയ്സ്, ലിംഗ്വിസ്റ്റിക് ഫാക്കൽറ്റി ആൻഡ് ഓർ സർക്കംസ്റ്റൻസസ്. അതായത് ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഒന്ന്, ആ വ്യക്തിയുടെ ചോയ്സ്. ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് താല്പര്യമുള്ള രീതി ആ വ്യക്തി തിരഞ്ഞെടുക്കും. മറ്റൊന്ന് ലിംഗ്വിസ്റ്റിക് ഫാക്കൽറ്റി, അതായത് ഭാഷയിലെ പ്രാവീണ്യം. ഒരു ഭാഷ എന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരേപോലെ കഴിവുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഭാഷയിൽ കഴിവുള്ള ആളുകൾ, നല്ല കഴിവുള്ള ആളുകൾ അവരുടെ കഴിവനുസരിച്ച് എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Let us discuss using examples. When a person is hungry, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു വ്യക്തിക്ക് വിശക്കുമ്പോൾ he or she can use language to express the need by putting it into words. ആ വ്യക്തി എന്ത് ചെയ്യും? അയാളുടെ ആവശ്യം, തനിക്ക് വിശക്കുന്നുണ്ട് എന്നുള്ളത് അയാൾ ലാംഗ്വേജിലൂടെ, അതായത് വാക്കുകൾ ഉപയോഗിച്ചിട്ട് അയാൾ അറിയിക്കും, നമ്മളോട് പറയും. അപ്പോൾ അതായത് ഇപ്പോൾ എനിക്ക് വിശക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലോ എവിടെ ആയിക്കോട്ടെ ഞാൻ അറിയിക്കും, അല്ല ഞാൻ ചോദിക്കും ഫുഡ് ആയിട്ടുണ്ടോ, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് ഞാൻ പറയും. ഞാനത് ഭാഷയിലൂടെ പറയും, അല്ലെ മലയാളത്തിലൂടെ പറയും ഭക്ഷണം ആയിട്ടുണ്ടോ, അതായത് എനിക്ക് വിശക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭാഷ അറിയാവുന്നത് കൊണ്ട്. എ ബേബി ഹു ഹാസ് നോട്ട് ബിഗൺ ടു സ്പീക്ക് മേ ജസ്റ്റ് ക്രൈ. അതേസമയം തന്നെ സംസാരിക്കാൻ തുടങ്ങാത്ത ഒരു കുട്ടി, ഒരു വയസ്സോ മറ്റോ പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് വിശന്ന് കഴിഞ്ഞാൽ അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയാണോ ചെയ്യുക, അതല്ല ആ കുട്ടിക്ക് അറിയാണോ ചെയ്യുക? നമുക്കറിയാം ആ കുട്ടിക്ക് അറിയാണ് ചെയ്യുക. കാരണം ആ കുട്ടിക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാൻ, ഭാഷ ഉപയോഗിക്കാൻ ആ കുട്ടിക്ക് അറിയില്ല. എ മ്യൂട്ട് പേഴ്സൺ യൂസസ് സൈൻ ലാംഗ്വേജ്. അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിയാത്ത, അതായത് ഡംബായിട്ടുള്ള, ഊമയായിട്ടുള്ള ഒരു വ്യക്തി, അയാൾക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾ എന്ത് ചെയ്യും? സൈൻ ലാംഗ്വേജ്, അതായത് അയാൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സൈൻ അയാൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ഫ്രണ്ട് ഹു ലിവ്സ് ഇൻ അനദർ സിറ്റി യു മേ റിംഗ് ദ പേഴ്സൺ അപ്പ് ഓർ സെൻഡ് എ മെസ്സേജ്. അതായത് നെക്സ്റ്റ് സിറ്റിയിലുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ നിങ്ങൾ അയാളെ ഫോണിൽ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഫോൺ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അയാൾക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്യും. അതല്ലെങ്കിലോ റൈറ്റ് ആൻ ഇമെയിൽ, നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു ഇമെയിൽ അയക്കും. ഓർ ഈവൻ ഗോ ദ ഓൾഡ് വേ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ ഏറ്റവും പഴയ വഴി നമ്മൾ സ്വീകരിക്കും. അതായത് പോസ്റ്റൽ ലെറ്റർ, നമ്മളൊരു കത്ത് എഴുതിയിട്ട് നമ്മളെ സുഹൃത്തിന് നമ്മൾ പോസ്റ്റ് ചെയ്യും. There are several forms of communication. അതായത് കമ്മ്യൂണിക്കേഷന് ഒരുപാട് ഫോംസ് ഉണ്ട്. മാത്രമല്ല നമുക്ക് കമ്മ്യൂണിക്കേഷന്റെ ഫോംസിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്ലാസിഫൈഡ് ഇൻ ടു മൾട്ടിപ്പിൾ വേസ്. പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, തരം തിരിക്കാൻ പറ്റും. ഇത് നോക്കൂ, ഇനി നമ്മൾ പറയുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ പല ഫോംസ് ആണ്. അപ്പൊ ആദ്യമായിട്ട് പറയുന്നത് ബേസ്ഡ് ഓൺ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലൂടെ, ഏത് മീഡിയം,
അപ്പോൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ മീഡിയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനെ വെർബൽ എന്നും ഓറൽ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് വെർബൽ, ഓറൽ, അതുപോലെ തന്നെ റിട്ടണും നോൺ വെർബലും. നമുക്ക് കമ്മ്യൂണിക്കേഷനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും വെർബൽ എന്നും നോൺ വെർബൽ എന്നും. അതായത് എഴുതുന്നത് നോൺ വെർബൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തില്ലാത്തത്. ഇനി വെർബലിൽ തന്നെ, വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ ഉപയോഗിക്കുന്നത്, വെർബലിൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, രണ്ട് വിധമുണ്ട്. അതായത് ഓറൽ ഉണ്ട്, അതുപോലെ തന്നെ റിട്ടൺ ഉണ്ട്. അപ്പൊ വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് വേർഡ്സ്. അപ്പൊ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് രീതിയിൽ പറ്റും. അതായത് ഓറൽ, കാരണം വാക്കുപയോഗിച്ച് നമുക്ക് സംസാരിക്കാനും കഴിയും, അതുപോലെ തന്നെ റിട്ടണും കഴിയും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നോൺ വെർബൽ ആണ്. അപ്പൊ ഇതാണ് ബേസ്ഡ് ഓൺ ചാനൽ. ഇനി ബേസ്ഡ് ഓൺ സ്റ്റൈലിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിക്കേഷനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റൈലിന്റെ അടിസ്ഥാനത്തിൽ ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യലും, ഇൻഫോർമൽ അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ. ഇനി നമ്പർ ഓഫ് പേഴ്സൺസ്. ഇനി അടുത്തത് പറയുന്നത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എത്ര ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് രണ്ടാളുകളാണോ, രണ്ടിൽ കൂടുതലുണ്ടോ. അപ്പോൾ പാർട്ടിസിപ്പൻസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനെ പലതായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഇൻട്രാപേഴ്സണൽ ഉണ്ട്, അതുപോലെ തന്നെ ഡ്യാഡിക് ഉണ്ട്, സ്മാൾ ഗ്രൂപ്പ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, അതുപോലെ തന്നെ മാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് ഒന്ന് തുടങ്ങി വെക്കുകയാണ് ചെയ്തത്. അതായത് ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ സാധാരണ പോലെ തന്നെ ക്ലാസ് കാണുന്ന ആളുകൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.